പ്ലസ് ടു സ്റ്റുഡൻസ്. അപ്പോൾ മക്കളെ, നമ്മുടെ വൺ ഷോട്ട് റിവിഷൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റിലെ അടുത്തൊരു ചാപ്റ്ററായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നോക്കിയേ, നമ്മുടെ എൻവയൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ. അപ്പോൾ ആ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഈ ചാപ്റ്ററിന് നല്ല വെയിറ്റേജ് ഉള്ളതാണ്. 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു എസ്എ ക്വസ്റ്റ്യന്റെ ഒരു വകുപ്പ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമ്മൾ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഫുൾ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇരുന്ന് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നമ്മൾ എന്താണ് എൻവയൺമെൻറ്റ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് എൻവയൺമെൻറ്റ്? നമ്മുടെ പ്ലാനറ്റ്, നമ്മുടെ എർത്ത് എന്ന് പറയുന്ന ഈ പ്ലാനറ്റിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ, എന്തൊക്കെ വിഭവങ്ങളുണ്ടോ, അതൊക്കെ ഉൾപ്പെടുന്ന ഒരു ടോട്ടാലിറ്റി, അതിൻ്റെ ആകെ മൊത്തത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ എൻവയൺമെൻറ്റ് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താ ലിവിങ് തിങ്സും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് നോൺ ലിവിങ് തിങ്സും ഉണ്ട്. അല്ലേ, അപ്പോൾ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ജീവനുള്ള വസ്തുക്കളും ഉണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളും ഉണ്ട്. ജീവനുള്ള വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന്. ആൻഡ് ജീവനില്ലാത്ത നോൺ ലിവിങ് തിങ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് എബയോട്ടിക് ഫാക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് ദാറ്റ് അവർ പ്ലാനറ്റ് ഹാസ്. നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ റിസോഴ്സസ്, എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ആകെ മൊത്തത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്, എബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്. ബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? ബയോട്ടിക് എന്ന് വെച്ചാൽ ലിവിങ് തിങ്സ് ആണ് കേട്ടോ, ലിവിങ് തിങ്സ് ആണ്. ആൻഡ് എബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? എബയോട്ടിക് എന്ന് വെച്ചാൽ നോൺ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതേ നോക്കിയേ, ഒരു ഡെഫിനേഷനോട് നമുക്ക് പഠിക്കാം. ഒന്നുമില്ല, നമുക്കറിയാം നമ്മുടെ ഈ എൻവയൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെയോ വന്ന സംഭവമാണോ? അല്ല, തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വന്നൊരു സ്വത്താണ് നമുക്ക് പറയാം. അല്ലെ, ഒരു പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പോൾ നോക്കിയേ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആൻഡ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഓർക്കണം? എൻവയൺമെന്റ്, വാട്ട് ഈസ് എൻവയൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഓർക്കുന്നത് എന്താണ്? പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആണെന്ന് ഓർക്കണം. അതേപോലെ ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് ആൻഡ് എന്താണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എൻവയൺമെന്റ്. മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് 4 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. 4 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സിന് ഈ ഒരു പോർഷൻ എക്സ്പെക്ട് ചെയ്യാവുന്ന. നമുക്ക് 4 ഫംഗ്ഷനാണ് നമ്മുടെ എൻവയൺമെന്റിനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? 4 ഫംഗ്ഷനുള്ളൂ. സിമ്പിളാണ്, മിസ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കിയേ, ഫസ്റ്റ് വൺ ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞല്ലോ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് അവർ പ്ലാനറ്റ് ഹാസ്. അല്ലേ, നമ്മുടെ പ്ലാനറ്റിൽ എത്ര റിസോഴ്സസ് ഉണ്ടോ അതിൻ്റെയൊക്കെ ആകെ മൊത്തത്തെയാണ് നമ്മൾ എന്താ പറയുന്നത് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എൻവയൺമെന്റ്? ഓഫ് കോഴ്സ് നമുക്ക് എന്ത് തരുന്നുണ്ട്? റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റിസോഴ്സ് നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണുള്ളത്. എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്. എന്താണ് ഈ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വെച്ചാൽ? റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര യൂസ് ചെയ്തോ ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്ര യൂസ് ചെയ്താലും അത് തീർന്നു പോകത്തില്ല. പിന്നെയും റീജനറേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതേസമയം നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നേരെ ഉൾട്ടയായിരിക്കും. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. നോക്കി, അപ്പം നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? നമ്മുടെ സൺലൈറ്റ്, എയർ, വാട്ടർ, ഇതൊക്കെ എന്താണ് നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സിന് ഒരു എക്സാമ്പിൾ. നോൺ റിന്യൂവബിൾ നമുക്ക് പറയാമല്ലോ, പെട്രോൾ, ഡീസൽ, കോൾ, ഇതൊക്കെ എന്താണ് നോൺ റിന്യൂവബിളിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ മക്കളെ? ആൻഡ് അടുത്ത് നോക്കിയേ, അസിമിലേറ്റ് വേസ്റ്റ്. എന്താണ് അസിമിലേറ്റ് വേസ്റ്റ്? നമ്മൾ ഈ നമ്മൾ വലിച്ചെറിയുന്ന ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ എൻവയൺമെൻറ്റ് അബ്സോർബ് ചെയ്താണ് എടുക്കുന്നത്. എന്താണ് എൻവയൺമെൻറ്റ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്, മണ്ണിലേക്ക് അലിയിച്ചെടുക്കുകയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് നോക്കിയേ, സസ്റ്റെയിൻസ് ലൈഫ്. അല്ലേ, നമുക്ക് എന്തൊക്കെ ആവശ്യം, നമ്മുടെ ജീവൻ നിലനിർത്താൻ എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ ആര് തരുന്നുണ്ട്? നമ്മുടെ എൻവയൺമെൻറ്റ് തരുന്നുണ്ട്. അതിന് നോക്കിയേ, യെസ്, പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസ്. നമ്മുടെ കണ്ണിന് കുളിർമയുള്ള ഒരുപാട് സീനറീസ്. അല്ലേ, ബീച്ചുകൾ, മലകൾ, പുഴകൾ, ഇതൊക്കെ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എൻവയൺമെൻറ്റ് ആണ്. ഓക്കെ, സീനറീസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകും, നമ്മൾ പറഞ്ഞു നമുക്ക് റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മൾ എത്ര യൂസ് ചെയ്താലും അത് ഇല്ലാണ്ടാവത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ എൻവയൺമെൻറ്റ് അത് റീജനറേറ്റ് ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധി ഉണ്ടായിരിക്കും. അല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ? ആ ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരിങ് കപ്പാസിറ്റി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് നമ്മുടെ
എർത്തിനും എന്തുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത്രത്തോളമേ നമ്മുടെ എർത്തിനും റീജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്യാരിങ് കപ്പാസിറ്റി. നോക്കിയേ, ദ മാക്സിമം ലിമിറ്റ് ഓഫ് ഓർഗാനിസംസ് എൻവയൺമെന്റ് ക്യാൻ സപ്പോർട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു സംഭവം കൂടി ഉണ്ട്, അതെന്ന് പറഞ്ഞു, വേസ്റ്റ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേസ്റ്റ് ഒക്കെ താങ്ങാൻ നമ്മുടെ എൻവയൺമെന്റ് എന്തുണ്ട്, കുറച്ച് അവിടെ ഉണ്ട്, എന്താ ഒരു ലിമിറ്റ്, ഒരു പരിധി ഉണ്ട് അവിടെ. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്താ, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. ഇത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു ലിമിറ്റ് ഭാവിയിൽ വന്നേക്കാം. അതിനെ നമ്മൾ പറയുന്നതാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. നോക്കിയേ, കപ്പാസിറ്റി ഓഫ് ദി എൻവയൺമെന്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് മനസ്സിലായി നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഓഫ് എൻവയൺമെൻറ്റ്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എൻവയൺമെൻറ്റ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, നമ്മുടെ എൻവയൺമെൻറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിലെ മെയിൻ 2 പ്രശ്നങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. എന്താണ് ഗ്ലോബൽ വാർമിംഗ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയും. എന്താണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഈ ഫാക്ടറീസിൽ നിന്നുള്ള ഒരുപാട് പുകയും കാര്യങ്ങളൊക്കെ വരും അല്ലേ, CO2, അതേപോലെ എന്താ മീഥെയിൻ പോലെയുള്ള ഗ്യാസസ് കാരണം എന്താ ഭയങ്കര പ്രശ്നമാണ് വരുന്നത് അല്ലേ. ഈ 2 ഗ്യാസസിനെ നമ്മൾ വിളിക്കുന്നത്, ഇതുപോലുള്ള ഗ്യാസസിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഓവർ എമിഷൻ കാരണം എന്താ സംഭവിക്കുക, നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ആവും. അങ്ങനെ വരുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, നോക്കിക്കോളൂ എന്താണ് സംഭവം എന്ന്. ഗ്ലോബൽ വാർമിംഗ്, ഹീറ്റിംഗ് ഓഫ് ദി എർത്ത് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലേ. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഓവർ എമിഷൻ കാരണം എന്താ സംഭവിക്കുന്നത്, നമ്മുടെ എർത്ത് ഹീറ്റപ്പ് ആവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ഗ്ലോബൽ വാർമിംഗ് എന്നാണ് പറയുന്നത്. എന്ത് കാരണമാണ് വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ പോലുള്ള ഗ്യാസസ് കാരണമാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എന്താ ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്കറിയാം വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം എന്തൊക്കെ കോൺസിക്വൻസസ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ വരുന്നത് നമുക്ക് നോക്കിയാലോ. നോക്കിയേ, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് അല്ലേ. എന്താണ്, പോളാർ റീജിയൻസിലെ ഐസ് ഒക്കെ മെൽറ്റായി പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, നമ്മുടെ സീ ലെവലിന് എന്ത് സംഭവിക്കും, സമുദ്രത്തിൻ്റെ അളവ് എന്തെന്ന് പറയുന്നത് എന്താ, സമുദ്രനിരപ്പ് ഭയങ്കരമായിട്ട് ഉയരും. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം അവിടെ ഫ്ലഡ് വരാനുള്ള ചാൻസ്, കോസ്റ്റൽ ഫ്ലഡിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. ഗ്ലോബൽ വാർമിംഗ് നമ്മൾ തണുപ്പുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം മൊത്തം ചൂടാവുന്നത്. അപ്പോൾ എന്താ, ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എന്താ സംഭവിക്കുക, പല ജീവജാലങ്ങൾക്കും എന്താ വംശനാശം സംഭവിച്ചു അല്ലേ. എക്സ്റ്റൻഷൻ ഓഫ് മെനി സ്പീഷീസ് വരും. അതേപോലെ എന്താ, സ്കാസിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെ, ശുദ്ധജലം കിട്ടാണ്ടാവും. അതേപോലെ എന്താ, ഭക്ഷണം കിട്ടാണ്ടാവും, വരൾച്ച ഉണ്ടാവും. അതുപോലെ നമ്മളെന്താ പട്ടിണിയിലേക്ക് നടക്കും. അതാണ് ഫാമൈൻ, ഡ്രൗട്ട്, ഇതൊക്കെ വരാൻ ഉള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ നമ്മൾ ഇരിക്കുമോ? ഇല്ല. നമ്മളെ ലോകരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് എന്താ ഒരു മീറ്റിംഗ് നടത്തി. അതിനെ നമ്മൾ പറയുന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ജപ്പാനിലാണ് നമ്മുടെ ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ നടന്നത്. എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. എല്ലാ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസും എന്താണ്, അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. ഗ്രീൻ ഹൗസ് നമ്മുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിന് ഒരു വഴി, ഒരു സൊല്യൂഷൻ തേടിയാണ് ആര് വന്നത്, നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ വന്നത്. നോക്കിയേ, UN Conference on Climate Change was held in Kyoto, Japan in 1997 to find solution to the problem of ഗ്ലോബൽ വാർമിംഗ്. അങ്ങനെ നമ്മൾ നടത്തിയ കോൺഫറൻസ് ആണ് എന്തായിട്ട് മാറി, ഒരു എഗ്രിമെൻ്റ് ആയിട്ട് മാറി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ റിഡക്ഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നതാണ് എന്താണ് ഓസോൺ ഡിപ്ലീഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ സൂര്യൻ്റെ രശ്മികളുണ്ടല്ലോ, സൂര്യൻ്റെ അൾട്രാ വയലറ്റ് റേസ്, നമ്മുടെ സൂര്യനാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ സൂര്യനാണ് കേട്ടോ, ഇത് നമ്മുടെ സൂര്യനാണ്. ഈ സൂര്യൻ്റെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് ഡയറക്റ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ എർത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് ഓസോൺ ഗ്യാസസ് ഉണ്ടാവും, ഒരു ഓസോൺ ലെയർ ഉണ്ടാവും, അതിനുള്ളിൽ കുറേ ഗ്യാസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ഓസോൺ ലെയേഴ്സ്. എന്താണ്, ഓസോൺ ലെയേഴ്സ് അഥവാ ഓസോൺ ഷീൽഡ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നതായിരിക്കും. ഈ ഓസോൺ ലെയേഴ്സിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, അതിലുണ്ടാകുന്ന റിഡക്ഷൻ, ഈ ഓസോൺ ഗ്യാസസിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്നാ, ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഓസോൺ ലെയർ എന്താണ്, ഓസോൺ ലെയർ എന്ന് വെച്ചാൽ എന്താ, എർത്ത് സ്ട്രാറ്റോസ്ഫിയർ that is a shield. Ozone shield is a region of Earth's stratosphere that absorbs most of the sun's ultraviolet radiation. സൂര്യൻ്റെ
രശ്മികളൊക്കെ അത് നേരെ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സൂര്യാഘാതം ഏറ്റു മരിക്കുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് നമ്മളിലേക്ക് നേരിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ എർത്തിനൊരു പ്രൊട്ടക്ഷനായിട്ട് ഒരു കവാടമായിട്ടൊരു നമ്മുടെ അയൺമാന് നമ്മുടെ ഷീൽഡുള്ള പോലെ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കൻ കൊണ്ട് ഷീൽഡുള്ള പോലെ, അയൺമാൻ സ്യൂട്ടുള്ള പോലെയൊക്കെ നമ്മുടെ എർത്തിനുണ്ട് ഒരു ഷീൽഡ് ഉണ്ട്. അതാണ് ഓസോൺ ഷീൽഡ് അഥവാ ഓസോൺ ലെയർ എന്ന് പറയും. അപ്പോൾ ഈ ഓസോൺ ലെയറുകളിൽ എന്തുണ്ടാവും? വിള്ളലുകൾ ഉണ്ടാവും, ഓസോൺ ഗ്യാസസിൽ റിഡക്ഷൻ ഉണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ നമ്മുടെ ഈ ഓസോൺ ലെയേഴ്സിൽ ഡിപ്ലീഷൻ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ. ഇത് നോക്കിയേ, നമ്മൾ AC-യും ഫ്രിഡ്ജും അതേപോലെ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറും കാര്യമായിട്ടൊക്കെ ഉപയോഗിക്കത്തില്ലേ. AC-യും ഫ്രിഡ്ജും ഒക്കെ നമ്മുടെ വീട്ടിൽ ഏത് നേരം ഓൺ ആണല്ലേ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അഥവാ CFCs അതേപോലെ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിലുള്ള ബ്രോമോ ഫ്ലൂറോ കാർബൺസ് അല്ലെങ്കിൽ നമ്മുടെ എയറോസോൾ പ്രൊപ്പലൻസ് ഒക്കെ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഓസോൺ പാളികളിൽ വിള്ളലുകൾ വരുന്നു. നോക്കിയേ, ഓസോൺ ഡിപ്ലീഷൻ റെഫേഴ്സ് ദ ഫിനോമിനൻ ഓഫ് റിഡക്ഷൻ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ഗ്യാസസിൽ ഉണ്ടാകുന്ന റിഡക്ഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷൻ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ് യൂസ്ഡ് ഇൻ ACs ആൻഡ് റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് ബ്രോമോ ഫ്ലൂറോ കാർബൺസ് അല്ലെങ്കിൽ എയറോസോൾ പ്രൊപ്പലൻസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കാരണമാണ് ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം ഈ ഓസോൺ ഡിപ്ലീഷൻ കാരണം? എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം സൂര്യാഘാതം വെക്കും അല്ലേ, സൂര്യാഘാതം വെക്കും. അതിനാണ് നമ്മൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇടുന്നല്ലേ. നോക്കിയാൽ ഡാമേജ് ടു ലിവിങ് ഓർഗാനിസംസ് അല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് പാലക്കാട് സൂര്യാഘാതം ഏറ്റ ഒരാൾ മരിച്ചു, പൊള്ളലേറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ജീവജാലം, നമ്മുടെ മനുഷ്യർക്ക് മാത്രമല്ല പ്രശ്നം വരും, നമ്മുടെ മീനുകൾക്കും മത്സ്യങ്ങൾക്കും ഇവർക്കെല്ലാം എന്ത് വരും? ഇവർക്കും എല്ലാം പ്രശ്നം വരും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് തടയാൻ വേണ്ടി നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ കൊണ്ടുവന്ന പോലെ തന്നെ നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ തടയാൻ വേണ്ടി ഓസോൺ ഡിപ്ലീറ്റിംഗ് കമ്പോണൻസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യാൻ വേണ്ടി, നിർത്തലാക്കാൻ വേണ്ടി നമ്മുടെ കാനഡയിൽ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവന്നു. അതാണ് എന്തെന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയും. എവിടെയാണ്? കാനഡയിൽ. നമ്മുടെ ഓസോൺ ഡിപ്ലീറ്റിംഗ് കമ്പോണൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്? ബാൻ ചെയ്യുകയാണ്, നിർത്തലാക്കുകയാണ് ഇവിടുത്തെ പ്രധാന സംഭവം. നോക്കിയേ, മോൺട്രിയൽ പ്രോട്ടോകോൾ, എ കോൺഫറൻസ് ഇൻ മോൺട്രിയൽ കാനഡ വാസ് അഡോപ്റ്റഡ് ടു ബാൻ the use of ozone depleting components. 1987 ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് നമ്മുടെ ലോകത്ത് മൊത്തം നടക്കുന്ന സംഭവങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ത്യയുടെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കാൻ. നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എൻവയൺമെന്റ് സിറ്റുവേഷൻ, സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒരുപാട് മലകളും പുഴകളും അല്ലെ, ഒരുപാട് സംഭവങ്ങളുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് എൻവയൺമെന്റ് പ്രോബ്ലംസ് നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് മേജർ എൻവയൺമെന്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 2 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, 2 മാർക്സിനും 3 മാർക്സിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ എൻവയൺമെന്റ് നേരിടുന്ന മെയിൻ പ്രശ്നങ്ങളെന്ന്. നോക്കിയേ, ഒരു 5 പ്രശ്നം മാത്രമേ ഉള്ളൂ. നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, ലാൻഡ് ഡീഗ്രഡേഷൻ. എന്താണ് ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ മണ്ണിന്റെ വളക്കൂറ് നഷ്ടമാകുന്നു, മണ്ണിന്റെ ഫെർട്ടിലിറ്റി നഷ്ടമാകുന്നു. എന്തൊക്കെ കാരണമാണ്? നമുക്കറിയാം, ഈ മരങ്ങൾ വെട്ടിത്തെളിക്കുന്നു, അവിടെ മണ്ണിന് വേണ്ട കെയർ കൊടുക്കുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ഡീഫോറസ്റ്റേഷനും എൻറോച്ച്മെന്റും കാര്യങ്ങളും കൾട്ടിവേഷനൊക്കെ ഷിഫ്റ്റ് ചെയ്യാത്തൊക്കെ കാരണം നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടമായി പോകുന്നു, ഫെർട്ടിലിറ്റി നഷ്ടമാകുന്നു. അതാണ് ലാൻഡ് ഡീഗ്രഡേഷൻ. എൻ്റെ അടുത്ത് നോക്കി, ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ എൻവയൺമെന്റിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നഷ്ടമായി പോകുന്നു. നമ്മൾ 2018 മൂവി കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണല്ലേ. എന്താണ് ആ വെള്ളപ്പൊക്കം വന്നപ്പോൾ ടൊവിനോ ചേട്ടൻ നമ്മുടെ ആടിനെയും ഇതിനെയൊക്കെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു അല്ലേ. മനുഷ്യനെ രക്ഷിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ എല്ലാ ആടിനെയും മൃഗത്തിനെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമോ? പറ്റത്തില്ലല്ലേ, അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ആൻഡ് നോക്കിയേ, എയർ പൊല്യൂഷൻ. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം എന്താണ് വായു മലിനീകരണം അല്ലേ. ഈ നമ്മുടെ വണ്ടികളിൽ നിന്നുള്ള പുകയും ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പുകയും നമ്മുടെ വീട്ടിൽ നിന്നുള്ള പുകയും ഒക്കെ കാരണം നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ എൻവയൺമെന്റ് മൊത്തം മലിനീകരണമാകുന്നു, പൊല്യൂട്ട് ആവുന്നു. അതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് വാട്ടർ പൊല്യൂഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു മുട്ടായി കടലാസ് കണ്ടാൽ നമ്മൾ നേരെ തോട്ടിലോട്ട് എറിയും, ഇവിടോട്ട് എറിയും, അവിടോട്ട് എറിയും അല്ലെ. അങ്ങനെ സംഭവിക്കുക? നമ്മുടെ വാട്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു കണ്ടാമിനേഷൻ, ഡൊമസ്റ്റിക് വേസ്റ്റ് കാരണം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ വേസ്റ്റ്, അഗ്രികൾച്ചർ നമ്മുടെ ഈ കൃഷിയിൽ നിന്നുള്ള ബാക്കി വേസ്റ്റ് ഒക്കെ കാരണം, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ബാക്കി വേസ്റ്റ് കാരണം സംഭവിക്കുക? വാട്ടർ കണ്ടാമിനേറ്റ് ആവുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. ആൻഡ് നമ്മൾ ഈ ചാപ്റ്റർ നിങ്ങൾ കാണാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ആർ ദ റീസൺസ് ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ? ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്സിന്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ? ലാൻഡ് ഡീഗ്രഡേറ്റ് ആവാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്തൊക്കെയാണ് ആ കാരണങ്ങളെന്നാണ് നോക്കുക. ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ ആണ് ഓഫ് കോഴ്സ്
ഡീഫോറസ്റ്റേഷൻ അല്ലെ, നമ്മൾ എന്താ മരങ്ങളൊക്കെ വെട്ടി കളയുന്നത് അതൊരു പ്രശ്നമാണ്. ആൻഡ് എന്താ അൺസസ്റ്റൈനബിൾ ഫ്യൂവൽ വുഡ് ആൻഡ് ഫോഡ് എക്സ്ട്രാക്ഷൻ, നമ്മൾ എന്താ വീടുകളിൽ അടുപ്പ് കത്തിക്കാനും കാര്യത്തിനൊക്കെ എന്താ നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ വെട്ടിക്കീറും അല്ലെ, അതൊക്കെ എന്തിനു നയിക്കുമെന്ന് പറഞ്ഞ് ലാൻഡ് ഡീഗ്രഡേഷൻ. എൻ്റെ അടുത്ത് നോക്കിയേ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെ, ഒരു വർഷത്തിൽ ഇവിടെ കൃഷി ചെയ്തു, അടുത്ത വർഷത്തിൽ ആ സെയിം നമുക്ക് വിളവ് കിട്ടത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്താ അവിടെ ഉപേക്ഷിച്ച് നമ്മൾ വേറെ ഇതിലേക്ക് പോകുന്നു. അപ്പോൾ എന്താ ആ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ലാൻഡ് ഡീഗ്രേഡ് ആയി പോവുകയാണ്. അതിൻ്റെ അടുത്ത് എന്താണ് എൻട്രോച്ച്മെന്റ് ഇൻ ടു ഫോറസ്റ്റ് ലാൻഡ് അല്ലെ, വലിയ വലിയ മാളുകളും ഹോസ്പിറ്റൽസും സ്കൂളുകളും ഒക്കെ കെട്ടാൻ വേണ്ടി ഫോറസ്റ്റ് മൊത്തം വെട്ടിത്തെളിച്ച് ഫുൾ എന്താക്കുന്നു, തരിശു ഭൂമിയാക്കി മാറ്റുന്നുണ്ട് അല്ലേ. എന്ന് നോക്കിയേ ഫോറസ്റ്റ് ഫയർ, നമ്മുടെ ഈ വെള്ളപ്പൊക്കവും ഭൂമി കുലുക്കും ഒക്കെ പോലെ തന്നെ ഒരെണ്ണമാണ് കാട്ടുതീ എന്ന് പറയുന്നത്. ഒരു നാച്ചുറൽ കലാമിറ്റിയാണ്. അത് കാരണം ഇതിലേക്ക് നയിക്കും, യെസ് ഓഫ് കോഴ്സ് ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കും. ആൻഡ് എന്താണ് നോൺ അഡോപ്ഷൻ ഓഫ് ആഡ്വക്കേറ്റ് സോയിൽ കൺസർവേഷൻ മെഷേഴ്സ്, അതായത് നമ്മളിപ്പോൾ നമ്മുടെ മുഖത്ത് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ണിനും അതിനും വളങ്ങളും കീടനാശിനികളും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതൊന്നും അഡ്വക്കേറ്റ് ആയിട്ട് കിട്ടണില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് എന്താണ് ഓവർ ഗ്രേസിങ്, നമ്മൾ ഈ കന്നുകാലികളൊക്കെ മേയ്ക്കാൻ വിടത്തില്ലേ, എന്നും ഒരു സ്ഥലത്ത് മേയ്ക്കാൻ വിട്ടാൽ എന്താ സംഭവിക്കുക, ആ ലാൻഡിൻ്റെ ഫലപുഷ്ടി ഫെർട്ടിലിറ്റി നഷ്ടമായി പോകുമെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് എന്താണ് ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ, നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരു കൃഷിഭൂമിയിൽ തന്നെ എന്തെന്ന് നോക്കി, ഈ ഒരു സ്ഥലത്ത് ഇന്നൊരു ഇതാണെങ്കിൽ ഈ സ്ഥലത്ത് വേറൊരെണ്ണമാണ്, ഇവിടെ നെല്ലാണെങ്കിൽ ഇവിടെ ഗോതമ്പാവണം, അങ്ങനെ പ്രോപ്പറായിട്ട് ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഓരോ വർഷം ഓരോ സ്ഥലത്ത് ഓരോ കൃഷിഭൂമിയിൽ ഈ വർഷം നമ്മുടെ ഗോതമ്പാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് കരിമ്പ് കൃഷി ചെയ്യാം, അങ്ങനെ ഓരോന്ന് മാറ്റി ചെയ്യണം. അത് നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് ആഗ്രോ കെമിക്കൽസ് സച്ച് ആസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അത് മിതമായ രീതിയിൽ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ലാൻഡ് ഡീഗ്രേഡ് ആവും. അടുത്ത ഇംപ്രോപ്പർ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഇറിഗേഷൻ സിസ്റ്റം, പ്രോപ്പർ ഇറിഗേഷൻ സിസ്റ്റം പോലും ഇല്ലായിരുന്നു, പക്ഷെ അത് കൊണ്ടുവന്നെങ്കിലും കൂടിയും അത് ഇംപ്രോപ്പർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തിലേക്ക് നയിക്കും, ലാൻഡ് ഡീഗ്രഡേഷൻ. അതിൻ്റെ അടുത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, എക്സസ് ഓഫ് റീചാർജ് കപ്പാസിറ്റി. അറിയാമല്ലോ നമ്മൾ ഈ മണലൊക്കെ വാരിക്കൊണ്ട് പോകുന്ന സംഭവമൊക്കെ അതെന്തിലേക്ക് നയിക്കും, ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊരു 5 എണ്ണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റിയ 5 എണ്ണം പഠിച്ചു വെക്കാം. എന്തൊക്കെ ഓർക്കാം, ഡീഫോറസ്റ്റേഷൻ ഓർക്കാമല്ലോ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഓർക്കാം, ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ ഓർക്കാം, വൈൽഡ് ഫയർ ഓർക്കാം, അതേപോലെ എൻട്രോച്ച്മെന്റ് ഇൻ ടു ഫോറസ്റ്റ് ലാൻഡ്, ഓവർ ഗ്രേസിങ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് എന്തായാലും ചോദിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ഒരു പോർഷനും കൂടിയാണിത്. എന്താണ് മക്കളെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 9th-ലാന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ട്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് നമുക്ക് ഡെവലപ്മെന്റ് വേണം അല്ലെ, നമ്മുടെ ഓരോ വാണ്ട്സും നീഡ്സും ഒക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് ഡെവലപ്മെന്റ് വേണം. ആ ഡെവലപ്മെന്റ് നടത്തിക്കോ, പക്ഷേ ആ ഡെവലപ്മെന്റ് നടത്തുന്നതിലൂടെ നമ്മുടെ ഭാവി തലമുറയ്ക്ക്, ഫ്യൂച്ചർ ജനറേഷന് കോട്ടമൊന്നും തട്ടരുത്. അവരുടെ ആ ഒരു സമയത്ത് ഡെവലപ്മെന്റ് വരാനും അവരുടെ ആ റിസോഴ്സസിനൊന്നും കോട്ടം തട്ടാതെ വേണം നമ്മൾ ഡെവലപ്മെന്റ് നടത്താൻ എന്നാണ് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ദി ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എ പാർട്ടും ബി പാർട്ടും ഉണ്ടാവും. എ പാർട്ട് ചോദിക്കാൻ പോകുന്നതാണ് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നായിരിക്കും ചോദിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ആൻഡ് നമുക്ക് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ കാണണം അല്ലേ. ഇത് നോക്കിക്കോളൂ, എസ്സേ ക്വസ്റ്റ്യൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. യെസ്, നമ്മുടെ 8 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് എന്ത് പറയുന്നത്, യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. നമ്മൾ തെർമൽ ഹൈഡ്രോ പവർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതെന്താണ് നമ്മുടെ എൻവയൺമെന്റിന് അത്ര നല്ല കാര്യമല്ല, എൻവയൺമെന്റ് സെൻസിറ്റീവ് സംഭവങ്ങളാണ് അതെല്ലാം പറയുന്നത്. എൻവയൺമെന്റ് ഫ്രണ്ട്ലി അല്ലേ. അപ്പോൾ പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിൻഡും സോളാറും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇന്ത്യ തെർമലും ഹൈഡ്രോ പവർ പ്ലാന്റ്സിലൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതെന്താണ് എൻവയൺമെന്റിന് ഫ്രണ്ട്ലി അല്ല, എൻവയൺമെന്റ് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ തെർമൽ പവർ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, നമ്മുടെ CO2 മീഥേൻ പോലത്തെ ഗ്യാസസ് ഒക്കെ ഭയങ്കരമായിട്ട് എമിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് പൊല്യൂഷൻ കൊണ്ടുവരാം. ആൻഡ് നമ്മുടെ സംഭവിക്കുക, പൊല്യൂഷൻ ടു വാട്ടർ ബോഡീസ്, ലാൻഡ്, ഇതിനൊക്കെ പൊല്യൂഷൻ ഭയങ്കരമായിട്ട്, വായുമലിനീകരണം ജലമലിനീകരണം ഒക്കെ ഭയങ്കരമായിട്ട് കൂടാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്, വിൻഡ് പവറും സോളാർ റേസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വന്നാണ് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. നമുക്കറിയാം നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങൾ, റൂറൽ ഏരിയാസിൽ മിക്കവരും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ അടുപ്പും അതേപോലെ തന്നെ മരമൊക്കെ വെട്ടി
നമ്മൾ വിറകാക്കി അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അതൊക്കെ ഡീഫോറസ്റ്റേഷനിലേക്കും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പച്ചപ്പും ഹരിതാപവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നതിനാലും നമ്മൾ എന്താണ് LPG ഗോബർ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. LPG എന്ന് വെച്ചാൽ എന്താ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്, ഒരു ക്ലീൻ ഗ്യാസ് ആണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ എന്താ ഇതിൻ്റെ റേറ്റ് കൂടുതലാണ്, പക്ഷെ എന്താ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് സബ്സിഡി തരുന്നുണ്ട്, എന്താണ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പൊല്യൂഷൻ അല്ലേ, ഈ നമുക്കറിയാം ഈ വിറകൊക്കെ വെച്ച് അടുപ്പ് കത്തിക്കുമ്പോൾ എന്താ ഒരുപാട് പൊല്യൂഷൻ അല്ലേ വരും. അപ്പോൾ അതെന്താ ഈ LPGയിലൂടെ നമുക്കതൊക്കെ ഒരു പരിധി വരെ തടയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൗസ് ഹോൾഡ് ഇൻ റൂറൽ ഏരിയാസ് ജനറലി യൂസ് വുഡ്, കൗഡങ് കേക്ക് ആൻഡ് ബയോമാസ് ആസ് ഫ്യൂവൽ. പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇത് എന്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്, ഡീഫോറസ്റ്റേഷനും റിഡക്ഷൻ ഇൻ ഗ്രീൻ കവർ ആൻഡ് വേസ്റ്റേജ് ഓഫ് കാറ്റൽ ഡങ് ആൻഡ് കോസസ് എയർ പൊല്യൂഷൻ എന്നാണ്. പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം, സബ്സിഡിയൈസ്ഡ് LPGs യൂസ് ചെയ്യണം. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലീൻ ഫ്യൂവൽ ആണെന്ന് ആണ് പറയുന്നത്. ആൻഡ് അതുപോലെ എന്താ നമ്മൾ ഗോബർ ഗ്യാസ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വൺ ആണ് എന്താ, CNG ഇൻ അർബൻ ഏരിയാസ്. നമുക്കറിയാം നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കാളും കൂടുതൽ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ്, പട്ടണ പ്രദേശങ്ങളാണ് അല്ലേ. പെട്രോൾ ഡീസൽ പോലത്തെയുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് വിട്ട് ഇങ്ങനെ പുകയും കാര്യങ്ങളൊക്കെ വരും നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNGs യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക സിറ്റീസിലും എന്താണ് നമുക്ക് ഈ CNGസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് മിനി ഹൈഡൽ പ്ലാന്റ്സ് എന്ന് പറയും. എന്താണ് മിനി ഹൈഡൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ഡാംസിൽ നിന്നൊക്കെയാണ് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചെറിയ ചെറിയ അരുവികളിൽ നിന്ന് സ്ട്രീംസിൽ നിന്ന് എന്താണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ലോക്കലി യൂസ് ചെയ്യാനാണ്, അതായത് നമ്മുടെ ലോക്കൽ നീഡ്സിന് നമ്മൾ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇതൊരു എൻവയൺമെന്റ് ഫ്രണ്ട്ലി സംഭവം കൂടിയാണ്. ഓക്കെ, യെസ്, അതാണ് സംഭവം എന്ന് പറയുന്നത്. നോക്കിയേ, മിനി ഹൈഡൽ പ്ലാന്റ്സ് യൂസ് എനർജി ഓഫ് സച്ച് സ്ട്രീംസ് ടു മൂവ് സ്മോൾ ടർബൈൻസ്. അത് ആ ടർബൈൻസ് എന്താ എടുക്കും, അത് വെച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. എന്തിനു വേണ്ടി, ലോക്കലി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആൻഡ് എന്താണ് ഇത് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി കൂടി ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. നമുക്കറിയാം എന്താണ് വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് നമ്മുടെ ഈ ഒരു നമ്മുടെ ചുറ്റുപാടും ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അതിനു വേണ്ടി നമ്മൾ ആയുർവേദ, ടിബറ്റൻ ആൻഡ് അങ്ങനെ ഉനാനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് ഫോക്ക് സിസ്റ്റം പോലത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തു തുടങ്ങുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആയുർവേദ, ഉനാനി, ടിബറ്റൻ ആൻഡ് ഫോക്ക് സിസ്റ്റം, These healthcare systems are in great demand for treating chronic health problems. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് ലൈക്ക് ഫേഷ്യൽ ക്രീം ആയാലും ഷാമ്പു ആയാലും എന്തായിക്കോട്ടെ, നമ്മുടെ ബോഡി ലോഷൻ ഒക്കെ ആയാലും ഇപ്പോൾ പലതും ആയുർവേദ ടച്ചൊക്കെ വെച്ചുള്ളത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വൺ ആണ് ബയോപെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രീൻ റവല്യൂഷൻ വന്നതോടെ, ഹരിത വിപ്ലവം വന്നതോടെ അല്ലേ, ഓർക്കുന്നുണ്ടോ എന്താണ് സംഭവം എന്ന്. അപ്പോൾ HYV സീഡ്സിനായിട്ട് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു അല്ലെ, ഹൈ യീൽഡിങ് വെറൈറ്റി സീഡ്സിന് വേണ്ടി. പക്ഷേ അതൊക്കെ നിർത്തലാക്കി നമ്മൾ പയ്യെ മിക്സഡ് ക്രോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കണം. അതേപോലെ ബയോപെസ്റ്റ് കൺട്രോൾ എങ്ങനെ നമ്മൾ നീം ട്രീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ മിക്സഡ് ക്രോപ്പിംഗ് ചെയ്യുക, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ സൂര്യകാന്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ജമന്തി വെക്കുക, അങ്ങനെ. അതേപോലെ ഓരോ വർഷത്തിൽ ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ ആ ഒരു സ്ഥലത്ത് നെൽകൃഷി ആണെങ്കിൽ അടുത്ത പ്രാവശ്യം അവിടെ ഗോതമ്പ് കൃഷി കൊണ്ടുവരിക, അങ്ങനെയുള്ള പരിപാടികൾ കൊണ്ടുവരാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഗ്രീൻ റവല്യൂഷൻ വന്നതോടെ എല്ലാവരും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടി, കൂടുതൽ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ബയോപെസ്റ്റ് നമ്മൾ നിർത്തലാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരേണ്ടത്, നമ്മൾ നീം ട്രീസിൽ നിന്നുള്ള നീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ മിക്സഡ് ക്രോപ്പിങ്ങും ഗ്രോയിങ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ കോൺസെക്യൂട്ടീവ് ഇയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് വൺ ആണ് ബയോ കമ്പോസ്റ്റിംഗ്, വേസ്റ്റ് ഡിസ്പോസലാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. കണ്ടതെല്ലാം വെള്ളത്തിലും കൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ കണ്ടാമിനേഷനും കാര്യങ്ങളൊക്കെ വരും. പകരം നമ്മൾ കൗഡങ് കേക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, ചാണകം യൂസ് ചെയ്യുക. പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഫാമേഴ്സ് നമ്മുടെ ഈ ഒരു കാറ്റിൽ വെൽത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അവർക്ക് കൗഡങ് കേക്ക് കിട്ടാനാണ്. അത് നമുക്ക് ഒരു ഓർഗാനിക് മാറ്ററായിട്ട് മാറ്റാം. അതേപോലെ എർത്ത് വോംസ്, മണ്ണിരകളെ നമുക്കൊരു ഓർഗാനിക് മാറ്ററായിട്ട് പെട്ടെന്ന് മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, farmers in large numbers all over the country have started using compost made from organic waste of different countries അല്ലേ. കാറ്റിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിക്കോസ് ദേ പ്രൊഡ്യൂസ് ഡങ്, ചാണകം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം, which is an important fertilizer and soil conditioner. And earth worms ചെയ്യാൻ പറ്റുക, ഓർഗാനിക് മാറ്ററിനെ പെട്ടെന്ന് കമ്പോസ്റ്റുകളാക്കി മാറ്റാൻ സിമ്പിളായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ അടുത്താണ് വിൻഡ് പവർ, നല്ല കാറ്റുള്ള സ്ഥലത്ത് ഇങ്ങനൊരു വിൻഡ് മില്ല് കൊണ്ട് വയ്ക്കുക.
എന്താ അതെന്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷെ എന്താ ഫ്യൂച്ചറിൽ നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ഏരിയാസ് വെയർ സ്പീഡ് ഓഫ് wind is usually high, windmills can provide electricity without any adverse impact on the environment. എൻവയൺമെൻറ്റിന് ഒരു ദോഷവും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് കൊണ്ടുവരാം. അപ്പോൾ എന്താണ്, ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്, പക്ഷെ എന്താ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഭയങ്കരമാണ്. ആൻഡ് നോക്കി അടുത്താണ് സോളാർ പവർ ത്രൂ ഫോട്ടോവോൾട്ടായിക് സെൽസ്. നമ്മുടെ വിൻമില്ല് കൊണ്ടുവന്ന പോലെ തന്നെ എന്താണ്, സൂര്യന്റെ രശ്മികൾ ഉപയോഗിച്ച് ഒരു ഫോട്ടോവോൾട്ടായിക് സെൽസ് ഉണ്ട്. നോക്കി ഇങ്ങനെ ചെറിയ 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 ഇങ്ങനെ കോളം കിടക്കുന്നുണ്ടല്ലേ, അങ്ങനെ ഫോട്ടോവോൾട്ടായിക് സെൽസ് ഉപയോഗിച്ച് നമ്മൾ എന്താ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെയും എന്താണ്, ഇതും ഒരു എൻവയൺമെന്റ് ഫ്രണ്ട്ലി സംഭവം തന്നെയാണ്. നോക്കിയേ, with the help of photovoltaic cells, solar energy can be converted into electricity എന്നാണ് പറയുന്നത്. ഇതെന്താണ്, ഈ ഒരു സെൽസിന് എന്താണ്, ഇതിനെന്തൊരു പ്രത്യേക കഴിവുണ്ട്, എന്താണ്, ഇലക്ട്രിസിറ്റി നമ്മുടെ എന്താണ് സോളാർ എനർജി നമുക്ക് കൺവേർട്ട് ചെയ്ത് എന്താക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാനുള്ള ഒരു കഴിവ് പ്രത്യേകം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെന്താ, നമ്മുടെ റിമോട്ട് ഏരിയാസിൽ അല്ലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കെട്ടി വലിച്ച് ഇലക്ട്രിസിറ്റി കറണ്ട് കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എന്താ ഇത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് കറണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ് എന്താണ്, ഇത് പൊല്യൂഷൻ ഫ്രീ ആണെന്നും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് നോക്കി നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ട്, യെസ് ഒരു 9 പോയിന്റ്സ് ആണ്. അത് കുറഞ്ഞത് നിങ്ങളൊരു 6 പോയിന്റ്സ് എങ്കിലും പഠിച്ചിട്ട് പോകുക കേട്ടോ. ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊത്തം പഠിച്ചിട്ട് പോകുക, പക്ഷെ നിങ്ങൾ മാക്സിമം ഏറ്റവും എളുപ്പമുള്ളത് നോക്കി പഠിച്ചിട്ട് പോകുക. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, മിസ് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.